സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെയും പുരോഗതിയെക്കുറിച്ച് സ്വാഭാവികമായും എല്ലാവരും വിലയിരുത്തും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ LDF സർക്കാർ സ്വീകരിച്ച നിലപാട് ആർക്കും അവഗണിക്കാൻ കഴിയുന്നതല്ല. എന്താണ് കേരളത്തിൻ്റെ അനുഭവത്തിൽ LDFൻ്റെ പ്രത്യേകത എന്ന് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് നന്നാവും. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്കും വികസനത്തിനും LDF വിവിധ ഘട്ടങ്ങളിൽ നൽകിയ സംഭാവന, എന്നാൽ അതേസമയം UDF അവരധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ തകർക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ, ഈ കാര്യം നാം പരിശോധിച്ചു പോകുന്നത് നന്നാവും. വളരെ മുൻപുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പം നമ്മൾ 2020-ലാണ്, 2020-ൻ്റെ അവസാന കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ്. 2015-ലാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. 2016-ലായിരുന്നു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ കാലത്ത് UDF ഗവൺമെൻറ്റായിരുന്നു 2011 മുതൽ 2016 വരെ കേരളത്തിൽ അധികാരത്തിലുണ്ടായത്. 2016-ൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ എല്ലാ മേഖലയിലും കേരളം പിറകിൽ പോയി എന്താണ് വസ്തുത. ഇത് രാഷ്ട്രീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. പൊയ്വെടികൾ ധാരാളം നാം കണ്ടിട്ടുമുണ്ട്. എന്നാൽ സംസാരിക്കുന്ന കണക്കുകൾ, ഇത് നാം വിലയിരുത്തി പോകേണ്ടതായിട്ടുണ്ട്. UDF കേരളം ഭരിച്ച കാലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാന വളർച്ചയിൽ ഗുരുതരമായ മാന്ദ്യമാണ് നേരിട്ടത്. ഒരു സംസ്ഥാനത്തെ ഏത് രീതിയിൽ തകർക്കാനാകുമെന്നതിൻ്റെ ഉദാഹരണമായിരുന്നു 2011-16 കാലം. ഇവിടെ 2012 മുതൽ 2012-13, 2015-16 ഈ ഒരു കാലഘട്ടം എടുത്താൽ നമ്മുടെ ആഭ്യന്തര വരുമാന വളർച്ചയിൽ കുത്തനെയുള്ള ഇടിവാണ് സംഭവിച്ചത്. കണക്കുകൾ വ്യക്തമാക്കുന്നത് 2012-13 6%, 2013-14 4.3%, 2014-15 3.8%, 2015-16 5.33%. അപ്പോൾ ആഭ്യന്തര വരുമാന വളർച്ചയുടെ കാര്യത്തിൽ കടുത്ത മാന്ദ്യം നമ്മുടെ സംസ്ഥാനത്തിന്
നേരിടേണ്ടി വന്നു. ഇവിടെയാണ് നാം LDFും UDFും തമ്മിലുള്ള വ്യത്യാസം കാണേണ്ടത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ ആ 2016-17 കാലം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടി വന്ന കാലമാണ്. നമുക്ക് മാത്രമല്ല, രാജ്യത്താകെ നോട്ട് നിരോധനത്തിൻ്റെ ആഘാതം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ഉലച്ചു കളഞ്ഞു. അതിൻ്റെ ഫലമായി എല്ലായിടങ്ങളിലും വലിയ പുറകോട്ടടി സംഭവിച്ചു. പക്ഷേ നാം കാണേണ്ടത് UDFിൻ്റെ കാലത്തെ പോലുള്ള ഒരു തകർച്ച അത്തരമൊരവസ്ഥയിൽ പോലും കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നില്ല. നമ്മുടെ സംസ്ഥാനം 2016-17 7.1% വളർച്ച നേടുന്ന നിലയുണ്ടായി. 2015-16 5.33% മാത്രമേ UDFന് നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെയാണ് ആഭ്യന്തര വളർച്ച, ആഭ്യന്തര വരുമാന വളർച്ച 7%-ലധികം നേടുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞത്. ഇവിടെ രണ്ടും തമ്മിലുള്ള കാലവ്യത്യാസം മാത്രമല്ല, ആ കാലങ്ങളിലുണ്ടായ സാഹചര്യ വ്യത്യാസവും നാം കാണണം. UDFിൻ്റെ അവസാന കാലം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രാജ്യമാകെ ഉടലെടുത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വളർച്ച നമ്മുടെ സംസ്ഥാനത്തിന് നേടാനായത്. എന്തുകൊണ്ടാണത്? LDFിൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. 2017-18 എടുത്താൽ നോട്ട് നിരോധനത്തിൻ്റെ തുടർഫലങ്ങൾ വലിയ തോതിൽ അനുഭവപ്പെട്ടൊരു കാലമാണ്. രാജ്യമാകെ വലിയ പുറകോട്ടടി സംഭവിച്ചു. അങ്ങനെ വന്നപ്പോഴും നമുക്ക് 6.8% ആഭ്യന്തര വളർച്ചാ തോത് നേടാൻ കഴിഞ്ഞു. ഒരു പ്രതിസന്ധിയുമില്ലാത്ത UDF കാലത്തേക്കാളും കൂടുതൽ ആഭ്യന്തര വളർച്ചാ തോത് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. 2018 എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. മഹാപ്രളയം നമുക്ക് നേടേണ്ടി വന്നു. 2018-19 ആ മഹാപ്രളയമുണ്ടാക്കിയ ആഘാതം നമ്മുടെ നാട് തകർന്നു പോകുന്ന അവസ്ഥ. അത്തരമൊരു ഘട്ടത്തിലും നമ്മുടെ ആഭ്യന്തര വരുമാന വളർച്ച പുറകോട്ടല്ല പോയത്. 2018-19 നമുക്ക് 7.5% ആഭ്യന്തര വളർച്ചാ തോത് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു മുന്നണി നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ, കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നീക്കിയാൽ എങ്ങനെ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാം? എല്ലാ പ്രതിസന്ധികളുടെയും നടുക്കുപോലും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്രമാത്രം നമ്മൾ മുൻപോട്ട് പോകുമായിരുന്നു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ പ്രതിസന്ധികൾക്കിടയിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ഒരു പുരോഗതി നേടാൻ കഴിഞ്ഞു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ ദേശീയ ശരാശരിയെക്കുറിച്ച് നാം ഓർക്കണം. 2018-19 ദേശീയ ശരാശരി, ദേശീയ വരുമാന വളർച്ച അന്ന് 6.6% മാത്രമായിരുന്നു. നമുക്ക് 1%, 0.9% ഉയർന്ന വരുമാന വളർച്ച നേടാൻ കഴിഞ്ഞു. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുണ്ടായാൽ നാടിനുണ്ടാകുന്ന ഒരു പ്രത്യേകത. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ഉൽപ്പാദന മേഖലയിലെ വളർച്ച. ഇവിടെ ഒരുപാട് പൊയ്വടികൾ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വലതുപക്ഷ നേതാക്കൾ
കാണേണ്ട ഒരു കാര്യമാണിത്. ഉൽപ്പാദന മേഖലയിൽ UDF ഭരണകാലത്ത് 2013-14 പുറകോട്ടായിരുന്നു. നേരത്തെ ഉള്ളതിൽ നിന്ന് പുറകോട്ട് പോയി. അതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള തകർച്ചയും നേരിടേണ്ടി വന്നു. അത് -4.7% താഴുന്ന സ്ഥിതിയിലേക്ക് എത്തി. 2014-15 ആയപ്പോൾ 2.9% നേടി. ഉൽപ്പാദന മേഖലയിൽ വളർച്ച 2.9%. 2016-17 LDFിൻ്റെ കാലം വന്നു. വീണ്ടും സ്ഥിതിഗതികൾ മാറി. അപ്പോൾ 7.8%. ഉൽപ്പാദന രംഗത്ത് വലിയ മാറ്റം. 2017-18 9.2%. ഈ കാലം നേരത്തെ ഞാൻ പറഞ്ഞു, നോട്ട് നിരോധനത്തിൻ്റെ പ്രത്യാഘാതം നിലനിൽക്കുന്ന കാലം. ഉൽപ്പാദന രംഗത്തൊക്കെ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ച കാലം. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും നമ്മുടെ കൊച്ചു കേരളത്തിന് നല്ല തോതിൽ പുരോഗതി നേടാൻ കഴിഞ്ഞു എന്നതാണ് 2017-18 9.2% ഉൽപ്പാദന മേഖലയിലെ വളർച്ച കാണിക്കുന്നത്. ഇതോടൊപ്പം നാം പരിശോധിക്കേണ്ട കാര്യം നമ്മുടെ ചെലവിൻ്റെ കാര്യമാണ്. റവന്യൂ ചെലവിൻ്റെ കാര്യം. ഇവിടെ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം നാം വിലയിരുത്തി പോകുന്നത് നല്ലതാണ്. 2006 മുതൽ 2011 വരെ LDF ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അന്ന് റവന്യൂ ചെലവിൻ്റെ ശരാശരി വളർച്ച 13.52%. 2011-16 കാലം UDFിൻ്റെ ഭരണകാലം. അവർ റവന്യൂ ചെലവ് 13.52% LDFിൻ്റെ കാലത്തുണ്ടായതിൽ നിന്ന് വർദ്ധിപ്പിച്ച് 18.07% എത്തി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ ഘട്ടത്തിലായിരുന്നു ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടത്. ആ ശമ്പള പരിഷ്കരണത്തെ അടക്കമുള്ള ബാധ്യതകൾ അവർ ബാക്കി വെച്ചു. 2016-17 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതൽ 2018-19 LDF കാലം ശരാശരി വളർച്ച 11.95%. ഇത് കാണിക്കുന്നത് എന്താണ്? UDFിൻ്റെ കാലമെന്നത് ധനധൂർത്തിൻ്റെ കാലമായിരുന്നു. വലിയ തോതിലുള്ള ധൂർത്താണ് നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയത്. അതുകൊണ്ടാണ് LDFിൻ്റെ കാലത്തെ 13.52% വർദ്ധിച്ച് 18.07 UDF കാലത്ത് എത്തുന്ന സ്ഥിതിയുണ്ടായത്. അത് 2018-19 ആയപ്പോഴേക്കും 11.95% കുറച്ചു കൊണ്ടുവരാൻ, നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചു കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞു. അത് ഫലപ്രദമായ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഒരു സർക്കാർ ധനധൂർത്തിനല്ല നിലകൊള്ളുന്നത്. നാടിൻ്റെ വികസനത്തിന് വേണ്ട ചെലവഴിക്കൽ ആവശ്യമാണ്. എന്നാൽ അതേസമയം ധൂർത്തൊഴിവാക്കുകയും വേണം. ആ ധൂർത്തൊഴിവാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് LDFന് ഇത്തരത്തിലുള്ള ഒരു നേട്ടം നേടാൻ കഴിഞ്ഞത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം, ഇവിടെ ആശ്ചര്യകരമായ കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. 2010-11 LDF അധികാരം കൈയൊഴിയുന്നത്. 2011 കഴിയുമ്പോഴുള്ള അവസ്ഥ, നമ്മുടെ തനത് നികുതി വരുമാന വളർച്ച 23.25%. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം 23.25% LDF സർക്കാർ എത്തിച്ചിരുന്നു. എന്നാൽ UDF 2013-14 ആയപ്പോഴേക്ക് അതേ നികുതി വളർച്ച എത്രയായി? 6.38% ഇടിഞ്ഞു. 23% ഉണ്ടായിരുന്ന തനത് നികുതി വരുമാന വളർച്ച
ആ തനത് നികുതി വരുമാനം 6% താഴ്ത്തണമെങ്കിൽ എന്തൊരു സാഹസം നമ്മുടെ UDF കാണിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതാണ് നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു മുന്നണി അധികാരത്തിലുണ്ടായാലുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് LDFും UDFും തമ്മിൽ താരതമ്യമില്ല എന്ന് കാണാൻ പറ്റും. അവസാനത്തെ 2 വർഷം UDFന് 10% എത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ പ്രത്യേക പ്രതിസന്ധിയൊന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ല. നല്ല അന്തരീക്ഷമായിരുന്നു. നമുക്ക് ഇവിടെ നേരിടേണ്ടി വന്ന എന്തെല്ലാം കാര്യങ്ങളാണ്? നോട്ട് നിരോധനം, GST നടപ്പാക്കിയതോടെ അതുമായി ബന്ധപ്പെട്ട് നികുതി നിരക്കിലെ വൻപിച്ച കുറവ്, നികുതി വലിയ തോതിൽ കുറയുന്ന അവസ്ഥ വന്നു. ഓഖി ദുരന്തം നമുക്ക് നേരിടേണ്ടി വന്നു. മഹാപ്രളയം നമുക്ക് 2018 നേരിടേണ്ടി വന്നു. 2019 ആയപ്പോൾ വീണ്ടും കാലവർഷക്കെടുതി വലിയ തോതിൽ നമുക്ക് നേരിടേണ്ടി വന്നു. ഇങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നൊരു കാലം. ഈ കാലം കോവിഡിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ കാലം. ഇങ്ങനെയുള്ള ഒട്ടേറെ ദുരന്തങ്ങൾക്കിടയിലും നമ്മുടെ തനത് നികുതി വരുമാന വളർച്ച ഈ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും 10% ആയി നിലനിർത്താൻ കഴിഞ്ഞു എന്നത് നാം പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു അവസ്ഥ കേരളത്തിൽ LDF കേരളത്തിൻ്റെ ഭാഗമായി കേരളത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ബോധപൂർവം സ്വീകരിച്ച നടപടികളുടെ ഫലമായി ഉണ്ടായതാണ്. നമുക്കറിയാം, കേരളത്തിൽ LDF അധികാരത്തിൽ വരുമ്പോൾ വൻപിച്ച തകർച്ചയാണ് എല്ലാ രംഗത്തും ഉണ്ടായിരുന്നത്. എങ്ങനെ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും? ഒട്ടേറെ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ ഞാൻ വിശദമായി പോകുന്നില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് 4 മിഷനുകൾ നടപ്പാക്കിയപ്പോൾ എന്തിനാണ് ആ മിഷനുകളെന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ ജനം അത് പൂർണ്ണമായി ഏറ്റെടുത്തു. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് എല്ലാ മിഷനുകളുടെയും പ്രവർത്തനം ഫലപ്രദമായി നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് മിഷൻ. നാം കാണേണ്ടത് 2,40,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായി വീടുണ്ട്. ആരായിരുന്നു അവർ? വീടില്ലാത്തവർ, സ്വന്തം വീട് സ്വപ്നം കാണുന്നവർ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ എനിക്ക് കുടുംബത്തിന് ഒരു സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുമോ എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർ, ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർ, അങ്ങനെയുള്ള ആളുകൾക്കാണ് വീട് നൽകാൻ തീരുമാനിച്ചത്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നാട് അതിനെ സ്വാഗതം ചെയ്തു. ഇപ്പോൾ 2,40,000 കുടുംബങ്ങൾക്ക് വീടായി, സ്വന്തം വീട്. സ്വന്തം വീട്ടിൽ അത്രയും കുടുംബങ്ങൾ കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേക വികാരം നാം കാണണം. ഏത് രീതിയിലുള്ള ആത്മാഭിമാനമാണ് ഉയരുക എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതായിട്ടുണ്ട്. അത് ഒരു കുടുംബത്തിൻ്റെയല്ല, നാടിൻ്റെ തന്നെ പൊതുവായ അഭിമാനബോധം ഉയരുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. നാടിൻ്റെ ഏറ്റവും ആരോഗ്യകരമായ മാറ്റമാണ് അത് കുറിക്കുന്നത്. ഇതിപ്പോൾ 2020 അവസാനം ഈ ഡിസംബറോടെ 2,50,000 കുടുംബങ്ങൾ സ്വന്തം വീടുള്ളവരായി മാറുക എന്നതാണ് ലൈഫ് മിഷൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായി പൂർത്തിയാക്കേണ്ടത് വീടുമില്ല സ്ഥലവുമില്ല അത്തരം ആളുകൾക്കുള്ള വീട് നിർമ്മാണമാണ്. അപ്പോൾ അവർക്കാണ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നത്. ആ ഭവന സമുച്ചയത്തിൽ ആദ്യത്തെ 1 അടിമാലിയിൽ പൂർത്തിയായി കഴിഞ്ഞു. 98 ഭവന സമുച്ചയങ്ങൾ കൂടി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 12 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികളുമായാണ് ലൈഫ് മിഷൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈഫ് മിഷൻ്റെ പ്രവർത്തനം ആരംഭിച്ച് വീടുകൾ അർഹതയുള്ളവരെ കണക്കാക്കി നിങ്ങൾക്ക് വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞതോടുകൂടി കുറേ ആളുകൾ വലിയ പരാതിയുമായി രംഗത്ത് വന്നു.
ഞങ്ങൾ അർഹതയുള്ളവരാണ്, ഞങ്ങളെ പട്ടികയിൽ പട്ടികയിൽ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതിയുണ്ടായി. അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയല്ല സർക്കാർ ചെയ്തത്. കൃത്യമായി പരിശോധിക്കാൻ സംവിധാനമുണ്ടാക്കിയിരിക്കുന്നു. അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാവർക്കും വീട് നൽകുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അർഹതയുള്ളവർ എത്ര ഇനിയുണ്ടായാലും അവർക്കെല്ലാം വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? UDF ഭരിച്ച കാലത്ത് ഇത്തരമൊരു നടപടി ഉണ്ടായോ? പാവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടായോ? വീടില്ലാത്തവരെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായോ? മറ്റു പലതും ചിന്തിച്ചിട്ടുണ്ടാവും. പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേ കഴിയൂ. കാരണം പാവങ്ങളോട് പ്രതിബദ്ധത വേണം. ആ പ്രതിബദ്ധത LDFനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് LDFൻ്റെ സർക്കാർ ഈ പാവങ്ങളുടെ കാര്യം, അവർ ഒരു സ്വന്തമായി വീടുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് മലയാളി ചിന്തിക്കുമ്പോൾ അതിനനുസൃതമായി പാവങ്ങൾക്കും വീടുണ്ടാവട്ടെ എന്ന ചിന്തയോടെ അതിന് മൂർത്ത രൂപം കൊടുക്കാൻ തയ്യാറായത്. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഒരു കാര്യമേ എനിക്ക് വ്യക്തമാക്കാനുള്ളൂ. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഈ പാവങ്ങൾക്ക് വീട് നൽകുന്ന കാര്യത്തിൽ LDF സർക്കാർ ഒരു തരത്തിലും പുറകോട്ട് പോകില്ല എന്ന് മാത്രമാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ നമ്മുടെ പരിസ്ഥിതിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നാം നടപ്പാക്കിയ ഒരു മിഷനാണ് ഹരിത കേരള മിഷൻ. നമ്മുടെ നാടിൻ്റെ പൊതുവായ പരിസ്ഥിതി പ്രാധാന്യം, ശുചിത്വം, നാട്ടിൻ്റെ എല്ലാ നിലക്കുമുള്ള പുരോഗതിക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവമായി മാറേണ്ടതുണ്ട് എന്ന് സർക്കാർ കണ്ടു. നാം 2 നേരം കുളിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും മലയാളികൾ. പക്ഷേ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ ഒരു പ്രത്യേക സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അവരവരുടെ വീട്ടിലെ മാലിന്യം മറ്റുള്ളവരുടെ തൊടിയിലോ അല്ലെങ്കിൽ വല്ല റോഡ് സൈഡിലോ വലിച്ചെറിയുക, പൊതുസ്ഥലത്ത് വലിച്ചെറിയുക എന്നൊരു രീതി. ഇത് മാറ്റാനാണ് നാം ശ്രമിച്ചത്. അതിന് നല്ല ഫലമുണ്ടായി. ജൈവ മാലിന്യത്തിൻ്റെ 45% ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനത്തിലൂടെ ഇപ്പോൾ സംസ്കരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് വലിയ മാറ്റമാണ്. എല്ലാവർക്കും ഒരു പൊതുബോധം വന്നിരിക്കുന്നു നാം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. അതിനോടൊപ്പം എല്ലാവരും ചേർന്നു. അങ്ങനെയാണ് ഈ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇവിടെ 390 പുഴകൾ, 36,623 നീർച്ചാലുകൾ പുനർജീവിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഓരോ പ്രദേശത്തുള്ളവരും തൻ്റെ പ്രദേശത്തെ നദി, പുഴ അത് വീണ്ടെടുക്കാനും അതിനോടൊപ്പം പുനർജീവിപ്പിക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുമൊക്കെ എത്ര ആവേശപൂർവ്വമാണ് പങ്കെടുത്തത്, ആളുകൾ മുന്നോട്ട് വന്നത്. ഒരു ജനകീയ മുന്നേറ്റം, ജനകീയ പങ്കാളിത്തം, ഇതെല്ലാം നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കിണറുകൾ 5,37,451 കിണറുകളാണ് റീചാർജ് ചെയ്തത്. അതിൻ്റെ കൂടെ 22,252 കിണറുകൾ പുതുതായി നിർമ്മിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യങ്ങളാണ്. കുളം, നശിച്ചുപോയ കുളങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ 15,381 കുളങ്ങളാണ് നവീകരിച്ചത്. 13,738 കുളങ്ങൾ പുതുതായി നിർമ്മിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി തന്നെ തരിശു നിലത്തിലെ കൃഷി, നമ്മുടെ സംസ്ഥാനത്ത് 24,000 ഹെക്ടർ തരിശു നിലത്തിൽ കൃഷി ഇറക്കുന്ന സ്ഥിതിയുമുണ്ടായി. മൊത്തത്തിലെടുത്താൽ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് വലിയൊരു അവബോധം വന്നു. നമ്മുടെ കുളം സംരക്ഷിക്കേണ്ടതാണ്, തോടും നീർച്ചാലും പുഴയും സംരക്ഷിക്കേണ്ടതാണ്, നമ്മുടെ പരിസരം വൃത്തിയായിരിക്കേണ്ടതാണ്, പച്ചത്തുരുത്ത്
ഓരോ പ്രദേശത്തും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇങ്ങനെയെല്ലാമുള്ളൊരു പൊതുബോധത്തോടെയുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ് എന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ മേഖലയിൽ നാം നടപ്പാക്കിയ ആർദ്രം എന്ന പേരിലുള്ള മിഷൻ. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകമാകെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. ലോകം ശ്രദ്ധിക്കുകയാണ്. കാരണം നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യം ആരോഗ്യരംഗത്ത് നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മഹാമാരിയുടെ മുന്നിൽ ലോകം പകച്ചു നിന്നപ്പോൾ ഏറ്റവും വലിയ വികസിത രാഷ്ട്രങ്ങളെന്ന് പറയുന്നവർ അമ്പരന്ന് ഒന്നും ചെയ്യാനാവാതെ നിന്ന ഘട്ടത്തിൽ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ, അഭിമാനകരമായ നേട്ടം നേടാനായെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നാം സ്വീകരിച്ച ഫലപ്രദമായ നടപടികളുടെ ഭാഗം തന്നെയാണ്. ഇവിടെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് നാം തയ്യാറായത്. ഇതിൻ്റെ ഭാഗമായി 3 ഘട്ടമായി എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്. ഇപ്പോൾ 2ാം ഘട്ടം അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. 3ാമത്തെ ഘട്ടം ഉടനെ ആരംഭിക്കുകയും ചെയ്യും. എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുന്നു. 3 ഡോക്ടർമാർ, ആവശ്യമായ നേഴ്സും മറ്റ് സ്റ്റാഫുകളും എല്ലാം സജ്ജമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP പ്രവർത്തിക്കുന്ന നില വരുന്നു. ആശുപത്രിയുടെ രൂപം മാറിയിരിക്കുന്നു. വലിയ തോതിലുള്ള പങ്കാളിത്തം അവിടെ ഉണ്ടാകുന്നു. ഇന്ന് ഈ ഘട്ടത്തിൽ കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഫലപ്രദമായ സംവിധാനമായിട്ടാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത് എന്ന് നാം കാണണം. അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി, ജില്ലാതല ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, ഇവയിലെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് സൗകര്യങ്ങൾ ഒരുക്കുന്നു. വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ OP വലിയ തോതിൽ ആധുനീകരിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലും നല്ല പുരോഗതി ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളെന്നത് നമുക്ക് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയാത്തതായിരുന്നുവെങ്കിൽ അതെല്ലാം ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 7000 കോടി രൂപയാണ് ഇപ്പോൾ വിവിധ പദ്ധതികൾക്കായി ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. കിഫ്ബിയിൽ നിന്നാണ് ആ പണം. കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് 7000 കോടി രൂപ ആരോഗ്യരംഗത്ത് വിവിധ പദ്ധതികൾക്കായി നാം ചെലവഴിക്കുകയാണ്. ഇതോടൊപ്പം നാം കാണേണ്ട ഒരു കാര്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. ആ മാറ്റം നാടും നാട്ടുകാരും എല്ലാ കുടുംബങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുന്നു. 5 ലക്ഷത്തിലധികം പുതിയ കുട്ടികളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഈ കാലയളവിൽ വർദ്ധിച്ചത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ പറ്റിയായിരുന്നു. എന്നാൽ വലിയ തോതിൽ കുട്ടികൾ വർദ്ധിച്ചിരിക്കുന്നു. 5 ലക്ഷത്തിലധികം കുട്ടികളുടെ വർധനവ്. ഈ ഘട്ടം നാടാകെ, രാജ്യമാകെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഘട്ടമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നേടാൻ കഴിഞ്ഞു. അതാണ് കേരളം ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി മാറിയത്. ഫലപ്രദമായ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി നമുക്ക് നടപ്പാക്കാനായി. കാരണം വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ആ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈയൊരു പ്രതിസന്ധി വന്നപ്പോൾ
അതിനെ മുറിച്ചു കടക്കാൻ കഴിഞ്ഞത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. 141 സ്കൂളുകളിൽ 5 കോടി രൂപയുടെ പദ്ധതിയാണ് നാം നടപ്പാക്കുന്നത്. അവിടെ പുതിയ പശ്ചാത്തല സൗകര്യം വരുന്നു, അക്കാദമിക് മികവിന് വേണ്ട മറ്റ് കാര്യങ്ങൾ ഒരുക്കുന്നു. 4752 സ്കൂളുകളിൽ IT അടിസ്ഥാന സൗകര്യം ഒരുക്കിയിരിക്കുന്നു. 14,000 സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയിരിക്കുന്നു. 11,272 പ്രൈമറി സ്കൂളുകളിൽ പ്രൈമറി ഹൈടെക് ലാബ് പദ്ധതി നടപ്പാക്കുന്നു. 395 സ്കൂളുകൾക്ക് 3 കോടി വീതം പശ്ചാത്തല സൗകര്യ വർധനവിന് നൽകുന്നു. 444 സ്കൂളുകൾക്ക് 1 കോടി വീതം നൽകുന്നു. അതോടൊപ്പം എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ചാലഞ്ച് ഫണ്ട്, അവിടെ എത്ര തുകയാണോ ചെലവഴിക്കുന്നത് അത്രയും തുക സർക്കാർ നൽകുമെന്ന വാഗ്ദത്തം അത് നടപ്പാക്കുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് നാം വിതരണം ചെയ്തത് 1,19,054 ലാപ്ടോപ്പാണ്. ഇതായിരുന്നു ഇത്തരമൊരു നില വന്നപ്പോൾ നമുക്ക് ഏറ്റവും സഹായകരമായി മാറിയത്. അതോടൊപ്പം 69,943 പ്രോജക്റ്റുകൾ, 69,943 പ്രോജക്റ്റുകൾ ഈ വിദ്യാലയങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് നൽകിയിരിക്കുകയാണ്. 4,578 DSLR ക്യാമറ, 4,545 TV, 4,611 മൾട്ടി ഫങ്ഷൻ പ്രിൻ്റർ, 23,098 സ്ക്രീൻ, 4,720 വെബ് ക്യാം, 1,472 USB സ്പീക്കർ, 43,250 മൗണ്ടിംഗ് കിറ്റ് എല്ലാം നമ്മുടെ കുട്ടികൾക്കായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ലഭിച്ചിരിക്കുകയാണ്. നാം ആലോചിക്കേണ്ടത് LDF അല്ല UDF ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ തരമൊരു മാറ്റം ഊഹിക്കാനെങ്കിലും കഴിയുമോ? എന്തിനാണ് ഈ മാറ്റം? ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള മികവാർന്ന വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ കേരളത്തിൽ ലഭിക്കണം. അതിനാണ് ഈ മാറ്റം. അങ്ങനെ ചിന്തിക്കാൻ UDFന് കഴിയോ? അങ്ങനെ ചിന്തിക്കാൻ LDFന് മാത്രമേ കഴിയൂ. കാരണം LDFന് മാത്രമേ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും അവരുടെ മക്കളോടും പ്രതിബദ്ധതയുള്ളൂ. അതുകൊണ്ടാണ് നീതി ആയോഗിൻ്റെ വിലയിരുത്തലിൽ രാജ്യത്തെ 1-ാം സ്ഥാനം സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ നമുക്ക് ലഭിച്ചത്, കേരളത്തിന് ലഭിച്ചത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഇതാണ് LDFൻ്റെ പ്രത്യേകത. ആ LDF ആണ് നിങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിലും വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ LDF സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. അത് ഈ നാടിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.